പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. മൈ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടാണ്. ഒരു 5-6 വർഷമായി. 4 വർഷം പോലെ നല്ല പഴം ഉണ്ടായിരുന്നു. ഒരു 5-6 മാസം മുമ്പാണ് ഇതിന് ഇങ്ങനെ ഒരു രോഗം വന്നത്. കണ്ട, ഇത് വന്നു. ഒരു മൊത്തത്തിൽ ഇതിങ്ങനെ ചീഞ്ഞതുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളമായിക്കാറ് ചീഞ്ഞത്. ഇങ്ങനെ ഒരു ചീച്ചിൽ വന്നു. അപ്പോൾ ഇത് കണ്ടേക്കന്നെ ഞാൻ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇത് പെട്ടെന്നാണ് തോട്ടമൊട്ടാകെ അങ്ങനെ ആയത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ തൈയൊക്കെ വെച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ എവിടെയെങ്കിലും ഒരു ഡോട്ട് വന്നാൽ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നുണ്ട്. അതിന് നമ്മളെ നാട്ടിലൊന്നും വലിയൊരു ചികിത്സ മരുന്നൊന്നുമില്ല. കൃഷിഭവനിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ അവർക്കൊന്നും അത്ര വലിയൊരു ഐഡിയ അതിനെക്കുറിച്ചില്ല. ഇതേണ്ട, ഇങ്ങനെ ഒരു പുള്ളിയാണ് ഇതേണ്ട, ഇങ്ങനെ ഒരു പുള്ളി പെട്ടെന്ന് പടർന്ന് പിടിക്കുക. എൻ്റെ നല്ലോണം പഴം ഉണ്ടായിരുന്ന തോട്ടാണ്, പെട്ടെന്നാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ പൂവൊക്കെ ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കലല്ലേ. അപ്പോൾ പൂവൊക്കെ ഉണ്ടായിട്ടും ആ പൂവിൽ നിന്ന് വേണ്ടത്ര പഴം നന്നായിട്ടില്ല. ഇതുണ്ട്, ഈ ഭാഗത്തൊക്കെ നല്ലോണം പൂവുണ്ട്. പക്ഷെ അതിലേറെ ഇതൊക്കെ എല്ലാം ഒരു 100-150ഓളം കാലുണ്ട്. അതെല്ലാം മുഴുവൻ അങ്ങനെ നശിച്ചിപ്പോൾ അത് കുറേ ഞാൻ വെട്ടി കളഞ്ഞു നോക്കി, മരുന്നടിച്ചു നോക്കി. ഒരു 5-6 മാസം വരെ ഒരുപാട് പണി അതിൽ ചെയ്തു. പണിക്കാരെ കൊടുന്നിട്ട് ഇതൊക്കെ മുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇപ്പോൾ അങ്ങനെ ആന്ധ്രയിലും അവിടെയും ഇവിടെയൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വലിയ വലിയ തോട്ടത്തിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അറിയോ, എപ്പോഴും നോക്കണം, വരുന്നത് കണ്ടാൽ അപ്പം അവിടെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും ഫംഗസൈഡ് ഒഴിച്ച് അത് വൃത്തിയാക്കണം. എന്നിട്ട് അത് തോട്ടത്തിലിടും ചെയ്യരുതെന്നാണ്. വെട്ടിക്കളഞ്ഞ തണ്ട് തോട്ടത്തിലിടരുത്, നേരെ കൊണ്ടുപോയി കത്തിച്ച് കളയണം. അങ്ങനെ ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യുക, ഇത് വെട്ടാനും വയ്യ, ഇതിൻ്റെ മുകളിൽ കയറി മുള്ളുമല്ലേ, അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പണിക്കാരെ വിളിച്ചപ്പോൾ അവർക്കും തന്നെ പ്രയാസമാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നോക്കട്ടെ, ഒന്നുകൂടി നോക്കിയിട്ട് നന്നായില്ലെങ്കിൽ ഞാൻ ഒന്നിച്ച് JCB വെച്ച് അടിച്ച് നിരത്തേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് എത്തിക്കുന്നത്. പഴമൊക്കെ പെട്ടെന്ന് കേട് വരികയാണ്. പഴം നല്ലോണം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരു കേട്, ഒരാൾക്ക് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് പഴമുള്ളത്. സമയത്ത് അവിടെ ഒരു തോട്ടമുണ്ട്, അതിലേക്ക് എത്തിയിട്ടില്ല. അതിൽ ഇപ്പോൾ പഴം അറക്കണത്. പഴം ഇങ്ങനെ ഉണ്ടാവുക. തൊലിപ്പുറം കേട് വന്നുകൊണ്ട് വിണ്ട് കയറിയിട്ട് പഴം അങ്ങനെ കേട് വരിക. അങ്ങനെ ആണ് അവസ്ഥ. ഏതായാലും അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ പ്രതിവിധി ആരൊക്കെങ്കിലും അറിയെങ്കിൽ അറിയിക്കുക. പിന്നെ കമൻറ്റിലൂടെ. കൂടുതലായി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും എത്തിക്കുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.